എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പപ്സിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഏകദേശം 8 പപ്സിനുള്ള മൈദയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഉപ്പ്, കുറച്ച് ബട്ടർ, അത് കുഴയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം, ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കൈകൊണ്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. നന്നായി കുഴച്ചെടുത്ത് ഒരു ബൗളിലാക്കി 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള, 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് നന്നായി വഴറ്റി എടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർക്കുക. നന്നായി വരണ്ട സവാളയിലേക്ക് അല്പം കൂടി എണ്ണയൊഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, അല്പം കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഈ മിശ്രിതം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കുക. അതിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നമ്മളിവിടെ ചെയ്യുന്നത് മുട്ട പപ്സാണ്. അതിന് ആവശ്യമായ മുട്ട പുഴുങ്ങി മുറിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് പരത്തിയെടുക്കാം. കനം കുറച്ച് നന്നായി അത് പരത്തിയെടുത്ത ശേഷം അതിലേക്ക് അല്പം എണ്ണ തൂത്ത് കൊടുക്കുക. അതിനുശേഷം അത് 4ആയി മടക്കി അതിന് ഓരോ മടക്കിലും എണ്ണ തേച്ച് വീണ്ടും മടക്കിയെടുക്കുക. മടക്കിയെടുത്ത മാവ് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം വീണ്ടും പരത്തിയെടുക്കുക. ഇങ്ങനെയൊരു 4 പ്രാവശ്യം ചെയ്യുക. കൂടുതൽ പ്രാവശ്യം ചെയ്താൽ ഒരുപാട് ലെയറുള്ള പപ്സ് നമുക്ക് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മാവ് കട്ട് ചെയ്തെടുക്കുക. ഈ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ, സ്ക്വയർ ഷേപ്പിൽ. അതിൽ നിന്നും ഒരു സ്ക്വയർ പീസ് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ഒരു മുട്ടയുടെ പീസും കൂടി വയ്ക്കുക. ഈ രീതിയിൽ മടക്കുന്നതായിരിക്കും നല്ലത്. മടക്കിയ പീസ് അഴിഞ്ഞു പോകാതിരിക്കാൻ അല്പം വെള്ളം തൊട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഒരു മുട്ട അടിച്ചെടുത്ത് ഓരോ പപ്സിന് മുകളിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് പപ്സിന് നല്ല കളർ കിട്ടാൻ സഹായിക്കും. അതിനുശേഷം ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് അത് നമുക്ക് നിരത്തി വയ്ക്കാം. 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് പപ്സ് വെച്ച് കൊടുക്കാം. ഏകദേശം 25 മിനിറ്റാണ് ഞാൻ ചെയ്തത്. രുചികരമായ ഹോം മെയ്ഡ് പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പപ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.